ഞാൻ ആദ്യം വിത്തിൽ നിന്നാണ് മിറക്കിൾ ഫ്രൂട്ട് നട്ടുനോക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതൊരു വലിയ അബദ്ധമായിരുന്നു. വർഷങ്ങളോളം കാത്തിരിക്കണം. മാത്രമല്ല അത് കായ്ക്കുമോ എന്ന് പോലും ഉറപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു നഴ്സറിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത തൈ വാങ്ങുക. ഈ ചെടിക്ക് സാധാരണ ചെടികളെ പോലെയല്ല, കുറച്ച് പുളിപ്പുള്ള മണ്ണാണ് ഇഷ്ടം. ഞാൻ ഇത് തറയിലാണ് നട്ടത്. ചട്ടിയിൽ നടുകയാണെങ്കിൽ മണ്ണിലെ പുളിപ്പും വളവും നിയന്ത്രിക്കാം. ചകിരിച്ചോറ്, കുറച്ച് മണ്ണ്, നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് ഒരു മിശ്രിതം തയ്യാറാക്കി. ചെടിക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ചട്ടിയിൽ നല്ല നീർവാർച്ചയുണ്ടെന്ന് ഉറപ്പാക്കണം. ഇതൊരു വലിയ കടമ്പയാണ്. ഈ ചെടിക്ക് വളരാൻ ഭയങ്കര മടിയാണ്. ആദ്യത്തെ ഒരു വർഷം ഒന്നും സംഭവിക്കാത്തതുപോലെ തോന്നും. ഇത് വളരുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. വളം ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അധികം കെമിക്കൽ വളങ്ങൾ ഇതിന് കൊടുക്കാറില്ല. ഞാൻ ഇടയ്ക്കിടെ കുറച്ച് പുളിപ്പിച്ച പിണ്ണാക്ക് വെള്ളം നേർപ്പിച്ച് ഒഴിക്കാറുണ്ടായിരുന്നു. നട്ടുച്ചയ്ക്കുള്ള കടുത്ത വെയിൽ ഈ ചെടിക്ക് അത്ര പിടിക്കില്ല. കുറച്ച് തണൽ കിട്ടുന്ന എന്നാൽ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്താണ് ഞാനിത് വെച്ചത്. രാവിലത്തെ വെയിൽ മിറക്കിൾ ഫ്രൂട്ടിന് ധാരാളമാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള കഠിനമായ വെയിൽ നേരിട്ട് അടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. 2-3 വർഷം കഴിഞ്ഞ് ചെടിയിൽ ചെറിയ ചെറിയ വെള്ളപ്പൂക്കൾ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. പൂക്കൾ വന്നു തുടങ്ങിയാൽ പിന്നെ വളരെ ശ്രദ്ധിക്കണം. ചെറിയ കാറ്റടിച്ചാൽ പോലും പൂക്കൾ കൊഴിഞ്ഞു പോകും. പൂക്കൾ കൊഴിഞ്ഞ് ചെറിയ പച്ചക്കായകൾ ഉണ്ടാകാൻ തുടങ്ങും. അത് പതുക്കെ ചുവപ്പ് നിറത്തിലേക്ക് മാറും. ഈ കായകൾ പറിക്കാൻ പാകമാകുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പഴം പറിച്ചു കഴിച്ച ആ നിമിഷമാണ് ഈ ക്ഷമയ്ക്കെല്ലാമുള്ള പ്രതിഫലം. പഴത്തിൻ്റെ മാംസളമായ ഭാഗം നന്നായി നാവിലുടനീളം തേച്ചു പിടിപ്പിക്കണം. ശേഷം ഒരു നാരങ്ങ കടിച്ചപ്പോൾ അത്ഭുതം, നാരങ്ങയുടെ പുളി അപ്രത്യക്ഷമായി. അതൊരു മധുരമുള്ള പഴം കഴിക്കുന്നത് പോലെ തോന്നി. ആ കൗതുകം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇതൊരു സാധാരണ പഴമൊന്നുമല്ല കേട്ടോ. ഇതിനെ മിറക്കിൾ ഫ്രൂട്ട് എന്ന് വിളിക്കാൻ ഒരു കാര്യമുണ്ട്. ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല അത്ഭുതകരമായ ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും. അതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിനുകൾ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും കണ്ണിനും ശരീരത്തിന്റെ പൊതുവായ പ്രവർത്തനങ്ങൾക്കും വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കാനും സഹായിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന മിറാക്കുലിൻ എന്ന പ്രോട്ടീനാണ്. നമ്മൾ ഈ പഴം കഴിച്ചതിന് ശേഷം പുളിയുള്ള എന്തെങ്കിലും കഴിച്ചാൽ പോലും അത് മധുരമായി തോന്നും. അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രമേഹ രോഗികൾക്കും മധുരത്തിന് പകരമായി ഇതൊരു മികച്ച ഓപ്ഷനാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിറക്കിൾ ഫ്രൂട്ട് വെറും രുചികരമായ ഒരു പഴം മാത്രമല്ല, ഒരു ചെറിയ ഹെൽത്ത് ബൂസ്റ്റർ കൂടിയാണ്. പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളായ ഘാന, കോങ്കോ, നൈജീരിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ വനങ്ങളിൽ സ്വാഭാവികമായി വളർന്ന ചെടിയാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ആളുകൾ ഈ പഴം ഭക്ഷണത്തിന് രുചി കൂട്ടാനും പുളിയുള്ള ഭക്ഷണങ്ങൾ മധുരമുള്ളതാക്കാനും ഉപയോഗിക്കാറുണ്ടായിരുന്നു. കൂടുതൽ കൃഷിയും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.